എന്താ എല്ലാ പ്രദേശത്തേക്കും ഒരു നബി, എല്ലാ ഭാഷയിലും ഒരു ഗ്രന്ഥം, കുൻ ഫയകൂൻ, ഉണ്ടാകൂ അന്നേരം തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന ഖുദ്റത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന് ഒരു ഖുർആൻ അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥം എല്ലാ ഭാഷയിലും അവതരിപ്പിച്ചുകൂടായിരുന്നു? എന്തിനാണ് അറബിയിൽ അവതരിപ്പിച്ചത്? മലയാളികൾക്ക് മലയാള ഭാഷയിൽ, ചൈനക്കാർക്ക് ചൈനീസിൽ, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരു വേദഗ്രന്ഥത്തിന്റെ അവതരണം അല്ലാഹു ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമായിരുന്നുവല്ലോ. എന്തുകൊണ്ട് അറബിയായ നബി? എന്തുകൊണ്ട് അറബിയായ ഖുർആൻ? എന്തുകൊണ്ട് അറബിയായ നബി? എന്തുകൊണ്ട് അറബിയായ ഖുർആൻ? ഈ വിഷയത്തെ സംബന്ധിച്ച് അനറബികളായ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പണ്ഡിതന്മാര് പോലും, അത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, എത്രയോ കാലം മുമ്പേ, എന്തുകൊണ്ടാണ് ലിമാദാ ഉൻസിലൽ ഖുർആനു അറബിയൻ, എന്തുകൊണ്ട് ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു? ലിമാദാ ഉൻസിലൽ ഖുർആൻ ഉർസില റസൂലു മിനൽ അറബ്, എന്തുകൊണ്ട് അറബികളിൽ നിന്നും ഒരു റസൂൽ വന്നു? അഹ്സനു ഖൗലൻ മിമ്മൻ ദാ أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هو الذي أنزل عليك الكتاب منه آيات محكمات هن أم الكتاب وأخر متشابهات فأما الذين في قلوبهم زيغ فيتبعون ما تشابه منه ابتغاء الفتنة وابتغاء تأويله وما يعلم تأويله إلا الله والراسخون في العلم يقولون آمنا به كل من عند ربنا وما يذكر إلا أولو الألباب. صدق الله العلي العظيم. الله سبحانه وتعالى 1400 വർഷങ്ങൾക്ക് മുമ്പ് അന്ത്യദിനം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കും സർവ ലോകങ്ങളിലേക്കും പ്രവാചകരായി നിയോഗിക്കപ്പെട്ടത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മുൻകാല പ്രവാചകന്മാർ ഏതെങ്കിലും ഒരു വിഭാഗങ്ങളിലേക്കോ ഒരു പ്രദേശത്തേക്കോ വന്നവരായിരുന്നുവെങ്കിൽ ഹൂദ് നബി അലൈഹിസ്സലാം വരുന്നത് ആദ് സമുദായത്തിലേക്കാണ്. സാലിഹ് നബി വരുന്നത് സമൂദ് ഗോത്രത്തിലേക്കാണ്. ശുഐബ് നബി വരുന്നത് മദിയനിലേക്കാണ്. അങ്ങനെ പോയി ഇബ്രാഹിം നബി വരുന്നത് ബാബിലോണിയയിലേക്കാണ്. അതിനുശേഷം ഇസ്രായേലികളുടെ ഒരു കാലഘട്ടമാണ്. ആ ഇസ്രായേലികളിലേക്കാണ് ബഹുഭൂരിപക്ഷം പ്രവാചകന്മാര് വന്നിട്ടുള്ളത്. മൂസാ നബി, ഈസാ നബി, സുലൈമാൻ നബി, ദാവൂദ് നബി, യൂസുഫ് നബി, ഇവരെല്ലാവരും ഇസ്രായേലികളോ അല്ലെങ്കിൽ ഇസ്രായേലികളിലേക്ക് നിയോഗിക്കപ്പെട്ടവരോ ആണ്. എന്നാൽ ഈ നുബുവത്തിന്റെ അധ്യായത്തിന് തിരശ്ശീല കുറിച്ചുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബികളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനല്ല, ലോകത്തിനാകമാനം അക്കാലഘട്ടത്തിൽ മാത്രമല്ല എക്കാലഘട്ടത്തേക്കും അന്ത്യദിനം വരെ വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ അറബികൾക്ക് മാത്രമുള്ള വേദഗ്രന്ഥമല്ല, അത് ലോകത്തിന് മുഴുവനുമുള്ള വേദഗ്രന്ഥമാണ്, മാർഗദർശനമാണ്, ഇമാമാണ്. ഒരുപക്ഷേ ഖുർആനിന്റെ പ്രഥമ സംബോധിതർ, പ്രവാചകന്റെ പ്രഥമ സംബോധിതർ
അറബികളായിരിക്കാം. അറബികളോടായിരിക്കാം പ്രവാചകൻ സംസാരിച്ചത്, പ്രവാചകന്റെ സംവേദനം ഉണ്ടായത്, ഖുർആനിന്റെ പ്രയോഗങ്ങൾ ഉണ്ടായത്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. നാം താങ്കൾക്ക് ഈ ഗ്രന്ഥത്തെ അറബി ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയെന്ന്. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അറബി ഭാഷയിൽ അവതരിപ്പിച്ചത്. ആര് മനസ്സിലാക്കാൻ? മലയാളികൾ മനസ്സിലാക്കണം, ഇംഗ്ലീഷുകാർ മനസ്സിലാക്കണം, തമിഴ്നാട്ടുകാർ മനസ്സിലാക്കണം, ചൈനക്കാർ മനസ്സിലാക്കണം. ഇവരെല്ലാവർക്കും വേണ്ടിയുള്ള വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇവിടെയാണ് അള്ളാഹുവിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ചില ആളുകൾ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന നിലപാടുകൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ചൈന അതൊരു ഉൽപ്പന്നം ലോകത്തേക്ക് സമർപ്പിക്കുമ്പോ അതിന്റെ ഒരു കാറ്റലോഗ് അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നത് സംബന്ധമായി ചൈനീസ് ഭാഷയിൽ എഴുതിയിട്ട്, ഇത് നിങ്ങൾ ഏത് ഭാഷക്കാരും ഈ ഭാഷ തർജ്ജമ ചെയ്ത് മനസ്സിലാക്കിക്കോളൂ എന്ന് പറയുന്നത് പോലെയാണ് അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും വായിക്കാനും പഠിക്കാനും പറയുന്നത് എന്ന്. പരിശുദ്ധ ഖുർആൻ അറബി ഭാഷയിലാണ്. അറബി ഭാഷയിലുള്ള ഈ ഗ്രന്ഥം എല്ലാവരും പഠിക്കണം, എല്ലാവരും അറിയണം, എല്ലാവരും മനസ്സിലാക്കണം എന്ന് പറയുന്നത് ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ നിയമമാണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ. ഇവിടെ മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ള ആദ്യത്തെ മറുപടി ലാ യുസ്അലു അമ്മാ യഫ്അലു. ഇസ്ലാം അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് ഇങ്ങനെ, ലാ യുസ്അലു അമ്മാ യഫ്അലു. അല്ലാഹുവിന്റെ ചെയ്തികളെ കുറിച്ച് അവൻ ചോദ്യം ചെയ്യപ്പെടുകയില്ല. അള്ളാഹുവിന്റെ ചെയ്തികളെ സംബന്ധിച്ച് മനുഷ്യർക്ക് മനുഷ്യന്റെ യുക്തി ഉപയോഗിച്ച് അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ഒരവകാശവുമില്ല. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. വിധികർത്താക്കളിൽ ഏറ്റവും സുന്ദരമായി, ഭദ്രമായി, യുക്തിഭദ്രമായി നിയമങ്ങൾ നിർമ്മിക്കുന്നവൻ, തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നവൻ, പരിപാലിക്കുന്നവൻ അല്ലാഹു മാത്രം. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാൻ മനുഷ്യർക്ക് അവകാശമില്ല. വഹും യുസ്അലൂൻ. എന്നാൽ മനുഷ്യർ ചോദ്യം ചെയ്യപ്പെടും. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, നാം നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. ലാ യുസ്അലു അമ്മാ യഫ്അലു. അല്ലാഹു അവന്റെ ചെയ്തികളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. വഹും യുസ്അലൂൻ. അവർ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. അറബിയായ ഒരു നബി, അറബിയായ ഒരു ഗ്രന്ഥം, അല്ലാഹു അഅലമു, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. ഹൈസു യജ്അലു റിസാലതഹു. അവന്റെ പ്രവാചകത്വം ആർക്ക്, എവിടെ, എപ്പോൾ, എങ്ങനെ കൊടുക്കണമെന്ന് അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. അല്ലാഹു അവന്റെ റിസാലത്തിനെ, അവന്റെ പ്രവാചകത്വത്തെ മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾക്ക് നൽകുന്നു. ചില പ്രദേശങ്ങളിൽ നിന്ന്. എന്താ എല്ലാ പ്രദേശത്തേക്കും ഒരു നബി? എല്ലാ ഭാഷയിലും ഒരു ഗ്രന്ഥം. കുൻ ഫയകൂൻ, ഉണ്ടാകൂ, അന്നേരം തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന ഖുദ്റത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിന് ഒരു ഖുർആൻ അല്ലെങ്കിൽ ഒരു വേദഗ്രന്ഥം എല്ലാ ഭാഷയിലും അവതരിപ്പിച്ചുകൂടായിരുന്നു? എന്തിനാണ് അറബിയിൽ അവതരിപ്പിച്ചത്? മലയാളികൾക്ക് മലയാള ഭാഷയിൽ, ചൈനക്കാർക്ക് ചൈനീസിൽ, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിൽ. അങ്ങനെ ഒരു വേദഗ്രന്ഥത്തിന്റെ അവതരണം അല്ലാഹു ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമായിരുന്നുവല്ലോ. ഇത് അല്ലാഹുവിന്റെ നടപടിയല്ല. അല്ലാഹു അവന് ഇഷ്ടമുള്ളതുപോലെ നിയമങ്ങൾ ഏത് ഭാഷയിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന് അല്ലാഹുവിന് അറിയാം. എന്ന് മാത്രമല്ല, കുൻ ഫയകൂനിന്റെ ഉടമസ്ഥൻ ഉണ്ടാകൂ, അന്നേരം തന്നെ ഉണ്ടാകുമെന്ന് പറയാനാണെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്കത് പറയാം. സമ്പാദിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിലിരുന്നാൽ മതി, ഭക്ഷണം മുമ്പിലെത്തട്ടെ,
വെള്ളം മുമ്പിലെത്തട്ടെ, വസ്ത്രം മുമ്പിലെത്തട്ടെ, ഒന്നിനും അധ്വാനം ആവശ്യമില്ല. എല്ലാം കുൻ ഫയകൂനിലൂടെ ഉണ്ടാകുമെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടായതുപോലെ, ഈ ആകാശം ഉണ്ടായതുപോലെ, ഭൂമി ഉണ്ടായതുപോലെ, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ഉണ്ടായതുപോലെ ഉണ്ടാകട്ടെ, ഈ ഭക്ഷണം ഉണ്ടാകട്ടെ. ആ യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ഇതൊക്കെ അങ്ങനെ ഉണ്ടാകാമായിരുന്നല്ലോ. ഭൗതിക ലോകത്ത് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിരിക്കുന്നത് ഭൗതികമായും ശാരീരികമായും പണിയെടുക്കാൻ വേണ്ടി തന്നെയാണ്. പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം, ചിന്തിക്കണം. അറബി ഭാഷയിലുള്ള വിശുദ്ധ ഖുർആൻ അല്ലാഹു അവതരിപ്പിച്ചതാണ്. അറബി ഭാഷയിൽ ഉള്ള ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചതാണ്. മലയാളികൾ പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം, അധ്വാനിക്കണം, ഭൗതികമായി പഠിക്കാൻ തയ്യാറാകണം, പണിയെടുക്കാൻ അല്ലാഹു ഭൂമിയിലേക്ക് അയച്ചത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. താങ്കളുടെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഇതാ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിശ്ചയിക്കുന്നു, സൃഷ്ടിക്കുന്നു. ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നുവെന്ന് മനുഷ്യനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഖലീഫ എന്നാണ്. അല്ലാഹുവിന്റെ ഇഷ്ടങ്ങൾ, അല്ലാഹുവിന്റെ നിയമങ്ങൾ നമ്മളിലൂടെ പ്രയോഗിക്കപ്പെടണം. അതിന് മനുഷ്യൻ അധ്വാനിക്കണം, ശാരീരികമായി അധ്വാനിക്കണം, ഭൗതികമായി അധ്വാനിക്കണം. അതുകൊണ്ട് വെറുതെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം ഇവിടെയാണ് പ്രസക്തമാകുന്നത്. ഇസ്ലാമിന്റെ ദൈവ ശാസ്ത്രം അല്ലെങ്കിൽ അല്ലാഹുവിലുള്ള വിശ്വാസം പഠിച്ച ഒരാൾ ഇങ്ങനെ ചോദിക്കില്ല. വിഡിത്തമാണ്. കുൻ ഫയകൂനിന്റെ ഉടമസ്ഥനായ അല്ലാഹു ഈ പ്രപഞ്ചത്തെ ഉണ്ടാകൂ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ടാക്കിയവൻ, നിമിഷങ്ങൾ കൊണ്ട് ഇതിനെല്ലാം സംവിധാനിച്ചവൻ, എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇത്തരത്തിലൊരു വേദഗ്രന്ഥം ആ ഒരു നിലയിൽ നിർമ്മിക്കപ്പെടാത്തത് എന്ന ചോദ്യം അടിസ്ഥാനരഹിതമാണ് എന്നാണ്. എന്തുകൊണ്ട് അറബിയായ നബി, എന്തുകൊണ്ട് അറബിയായ ഖുർആൻ, എന്തുകൊണ്ട് അറബിയായ നബി, എന്തുകൊണ്ട് അറബിയായ ഖുർആൻ? ഈ വിഷയത്തെ സംബന്ധിച്ച് അനറബികളായ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പണ്ഡിതന്മാര് പോലും, അത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, എത്രയോ കാലം മുമ്പേ എന്തുകൊണ്ടാണ് ലിമാദാ ഉൻസിലൽ ഖുർആനു അറബിയൻ, എന്തുകൊണ്ട് ഖുർആൻ അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു? ലിമാദാ ഉൻസിലൽ ഖുർആൻ ഉർസില റസൂലു മിനൽ അറബ്, എന്തുകൊണ്ട് അറബികളിൽ നിന്നും ഒരു റസൂൽ വന്നു? അറബി ഭാഷയ്ക്ക് ചില പ്രത്യേകതയുണ്ട്, ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, മറ്റു ഭാഷകൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത അറബി ഭാഷയ്ക്കുള്ളത്. അറബി ഭാഷ അതിന്റെ പ്രയോഗങ്ങൾ സാരസമ്പൂർണമാണ്. ഒരു വരിയിൽ നിരവധിയായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു അധ്യായം അല്ലെങ്കിൽ ഒരു വരി നിർമ്മിക്കാൻ അറബി ഭാഷയ്ക്കാണ് സാധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മലയാളത്തിൽ അർത്ഥം വയ്ക്കും പരമകാരുണികനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ എന്ന്. അർത്ഥം പൂർത്തിയാവുകയില്ല. മലയാളത്തിൽ അർത്ഥം വെക്കാൻ കഴിയുന്ന മാക്സിമം വെച്ചു അത്രേ ഉള്ളൂ. റഹ്മാൻ എന്താണ്, റഹീം എന്താണ്, അതിന്റെ ആ ആശയത്തിന്റെ ആഴം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആ ഒരു വരി എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും സർവലോക രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു. ഇങ്ങനെയാണല്ലോ സൂറത്തുൽ ഫാത്തിഹ തുടങ്ങുന്നത്. ഇത് അറബി ഭാഷയിൽ ഏതെല്ലാം രൂപത്തിൽ പ്രയോഗിക്കാം? ലില്ലാഹിൽ ഹംദ് എന്ന് പറയാം, ഹാമിദൻ ലില്ലാഹി എന്ന് പറയാം. എന്തുകൊണ്ട് അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞു? അറബി സാഹിത്യത്തിൽ വ്യക്തവും സ്പഷ്ടവുമായ കാരണമുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉൾക്കൊള്ളുന്ന ആശയം അത്ര ഗംഭീരമാണ്. അത് വിശദീകരിക്കാനുള്ള സന്ദർഭമല്ല. അതുകൊണ്ടാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ പരിശുദ്ധ ഖുർആനിന്റെ ഒരു വിശദീകരണം സൂറത്തുൽ ഫാത്തിഹയുടെ മാത്രം എഴുതാൻ നിന്നാൽ, സൂറത്തുൽ ഫാത്തിഹയുടെ മാത്രം ഒരു തഫ്സീർ ഞാൻ എഴുതാൻ നിന്നാൽ എന്റെ ഒട്ടകങ്ങൾ
ചുമടുകൾ ആ തഫ്സീറുകൾക്ക് ഉണ്ടാകുമായിരുന്നു. ഒരു സൂറത്തുൽ ഫാത്തിഹയ്ക്ക് അത്രമാത്രം ആശയ ഗാംഭീര്യം എന്ന് പറയുന്നത് അറബ് ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ഒന്നും വേണ്ട, നമ്മൾ അറബി ഒരു പേജ് തർജ്ജമ ചെയ്ത് കഴിയണമെങ്കിൽ മലയാളത്തിൽ 3 പേജ് 4 പേജ് ആകും. അറബി ഒരു പേജ് നമുക്ക് തർജ്ജമ ചെയ്യണമെങ്കിൽ ഇരട്ടിയാണ്. അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആൻ 6000-ൽ പരം ആയത്തുകളിൽ ലോകത്തിനോട് മുഴുവനും സംവദിച്ചു കൊണ്ടിരിക്കുന്നു. അന്ത്യദിനം വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനമായി ഈ ഖുർആൻ ഇങ്ങനെ നിലനിൽക്കുന്നത് അറബി ഭാഷയിലായതുകൊണ്ടാണ്. അറബി ഭാഷയിലായതുകൊണ്ടാണ് എന്ന് മാത്രമല്ല, അറബികൾക്കുമുണ്ട് ചില പ്രത്യേകതകൾ. അറബികൾക്കും ചില പ്രത്യേകതകളുണ്ട്. പ്രമുഖ ഇന്ത്യൻ പണ്ഡിതനായ അബ്ദുൽ ഹമീദ് അൽ ഫറാഹി ഈ വിഷയത്തെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് അറബികളിൽ നിന്ന് നിയോഗിക്കപ്പെട്ടത്? അദ്ദേഹം പറയുന്നു, ലിമാദാ ഖസ്സല്ലാഹുൽ അറബ ബിർരിസാല. അദ്ദേഹത്തോടുള്ള ചോദ്യമാണ്, എന്തിനാണ് പ്രവാചകത്വം കൊണ്ട് അല്ലാഹു അറബികളെ തിരഞ്ഞെടുത്തത്? അദ്ദേഹം പറയുന്നു, അബ്ദുൽ ഹമീദ് അൽ ഫറാഹി എന്ന ഇന്ത്യയിലെ പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാവ്, ഉറുദുവിൽ, പേർഷ്യയിൽ എല്ലാ സാഹിത്യ ശാഖകളിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ. അദ്ദേഹം അതിന് പറയുന്നു, ഞാൻ നന്നായിട്ട് ചിന്തിച്ചു, എന്തിനായിരിക്കും അല്ലാഹു അറബികളിൽ നിന്നൊരു പ്രവാചകനെ? فوجدت أن أخلاق العرب عند نزول الرسالة അറബികളുടെ സ്വഭാവം പ്രവാചകൻ നിയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ അവർക്ക് 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അഷ്ഹറു ഖുലുഖൈനി ഫിൽ അറബ്, അറബികളിലെ 2 സ്വഭാവങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ സ്വഭാവം അസ്സിദ്ഖു, സത്യസന്ധതയാണ്. അൽ അറബിയു ലാ യക്ദിബ്, അറബികൾ പൊതുവിൽ കള്ളം പറയുകയില്ല. അഹങ്കാരമുണ്ടാകാം, ദുരഭിമാന ബോധമുണ്ടാകാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ അറബികൾക്ക് അന്നത്തെ ജാഹിലിയത്തിൽ നിന്നും ഉണ്ടായ പല മ്ലേച്ഛമായ പ്രവർത്തികളും അവരിൽ ഉണ്ടാകാം. പക്ഷേ അവർ കള്ളം പറയുകയില്ല, സത്യസന്ധതയുണ്ടായിരുന്നു. അൽ അറബിയു ലാ യക്ദിബ്. വൽ ഖുലുഖു സാനി, രണ്ടാമത്തെ സ്വഭാവം അൽ കറം, മാന്യതയാണ്. ഫൽ അറബിയു ലാ യബ്ഖൽ, അവർ മാന്യത വിട്ട് പെരുമാറുകയില്ല. എന്ന് പറഞ്ഞാൽ ലുബ്ദ് അവരുടെ സ്വഭാവമല്ല. കാരണം ധർമ്മിഷ്ഠത എന്ന് പറയുന്നത് അവരുടെ ഒരു മഹിമയാണ്. മറ്റു പല തിന്മകളും അവരിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ 2 ഗുണങ്ങൾ അറബികളിൽ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അബ്ദുൽ ഹമീദ് അൽ ഫറാഹി പറയുന്നു, സുമ്മ ഖാൽ, പിന്നെ അദ്ദേഹം പറയുകയാണ്, തഅമ്മൽതു ശരീഅ, ഈ അറബികളുടെ ഈ 2 സ്വഭാവത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ശരീഅത്തിനെ പരിശോധിച്ചു. ഫറഅയ്തു, എനിക്ക് മനസ്സിലായി, അന്ന ശരീഅത ഇബാദാത്തുൻ വ മുആമലാത്തുൻ, ശരീഅത്തുകൾ എന്ന് പറഞ്ഞാൽ കുറെ ആരാധനകളുണ്ട്, മുആമലാത്തുൻ കുറെ ഇടപാടുകളുമുണ്ട്. ആരാധനകളുമുണ്ട്, ഇടപാടുകളുമുണ്ട്. വൽ ഇബാദാത്ത്, ആരാധനകൾ മദാറുഹ അല സിദ്ഖ്, അതിന്റെ അടിസ്ഥാനം സത്യസന്ധതയാണ്. വൽ മുആമലാത്ത്, ഇടപാടുകൾ മദാറുഹ അലൽ കറം, അതിന്റെ അടിസ്ഥാനം മാന്യതയാണ്. ഈ 2 ഗുണങ്ങളുണ്ടെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് നന്നായി ജീവിക്കാൻ സാധിക്കും. ഈ 2 ഗുണങ്ങൾ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ നിലനിന്നിരുന്നത് അന്ന് പേർഷ്യയിലല്ല. കളവ് പറയും, ചതിക്കും, വഞ്ചിക്കും, പറ്റിക്കും, മാന്യത വിട്ട് പെരുമാറും. പേർഷ്യയാകട്ടെ, റോമാകട്ടെ, ഇന്ത്യയാകട്ടെ, ഇതെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ അറബികളിൽ ഈ 2 ഗുണങ്ങൾ ഉണ്ടായിരുന്നു. വലിദ, അതുകൊണ്ട് പ്രവാചകത്വത്തിന്റെ ഈ റിസാലത്തിന്റെ വാഹകരാകാൻ അവരെക്കാളും അർഹരായി വേറൊന്നുമില്ല.
ഇസ്ലാമിക ശരീഅത്തിന്റെ മുഴുവനും അടിസ്ഥാനം സത്യസന്ധതയാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ അടിസ്ഥാനം മുഴുവനും അത് മാന്യതയാണ്. മാന്യതയിൽ അധിഷ്ഠിതമായ, സത്യസന്ധതയിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക ശരീഅത്ത് വഹിക്കാൻ ഏറ്റവും പര്യാപ്തർ അറബികളാണ് എന്ന് അബ്ദുൽ ഹമീദ് അൽ ഫറാഹി ആ കാര്യത്തെ നിരൂപണം ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഇന്ത്യൻ പണ്ഡിതനാണ് സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി. ഇന്ത്യൻ പണ്ഡിതനാണ്, അറബ് സാഹിത്യകാരനാണ്, ചരിത്രകാരനാണ്. ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമ എന്ന് പറയുന്ന ഇന്ത്യയിലെ അതിപൗരാണികമായ കലാലയത്തിന്റെ ശില്പിയാണ്. വൈജ്ഞാനികമായ ആധുനികമായ ആശയങ്ങളുടെ നിർമ്മാതാവാണ് സയ്യിദ് അബുൽ ഹസൻ അലി നദ്വി. അറബികൾക്കും അനറബികൾക്കും സുപരിചിതനായ, കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട, ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും പ്രഗത്ഭനായ അറബ് സാഹിത്യകാരൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു അറബ് സാഹിത്യകാരൻ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് ഇന്ത്യൻ ജനതയ്ക്ക് അല്ലെങ്കിൽ അനറബികൾക്ക് അഭിമാനമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് മാദാ ഖസറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ എന്ന വളരെ ലോക പ്രശസ്തമായ ഒരു ഗ്രന്ഥം അബുൽ ഹസൻ അലി നദ്വി രചിക്കുന്നു. വലിയ വായനക്കാരുണ്ടായി ആ പുസ്തകത്തിന്. സത്യത്തിൽ ആ ഗ്രന്ഥം അറബ് ഭാഷയിലുള്ള ആളുകൾ, അറബികളായ ആളുകൾക്ക് പോലും മനസ്സിലാകണമെങ്കിൽ അറബ് സാഹിത്യം അറിയണം. അത്രയും ഗംഭീരമായ ഒരു പുസ്തകം. മക്കയിലേക്ക് ഹജ്ജിന് പോയ അദ്ദേഹം ഹറം ഷരീഫിൽ ഒരു മക്തബിലേക്ക് പ്രവേശിക്കുന്നു, ലൈബ്രറിയിലേക്ക് പ്രവേശിക്കുന്നു. ലൈബ്രറിയിലേക്ക് പ്രവേശിച്ച ശേഷം അവിടെ ചെന്ന് നിങ്ങളോട് മാദാ ഖസറൽ ആലം ബിഇൻഹിതാത്തിൽ മുസ്ലിമീൻ എന്ന പുസ്തകം ഈ ലൈബ്രറിയിൽ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ രൂപം കണ്ടിട്ട് താങ്കൾ എവിടെ നിന്നാണ്? അറബിയല്ല എന്ന് മനസ്സിലായി. എവിടെ നിന്നാണ് താങ്കൾ? ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ അറബികൾക്ക് പോലും വായിച്ചിട്ട് തിരിയാത്ത ഒരു സാഹിത്യ രചന ഇന്ത്യക്കാരനായ നിങ്ങൾ ചോദിക്കുന്നതിൽ അത്ഭുതം കൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം മൗനമായി അവിടെ നിന്ന് മടങ്ങി എന്നതാണ് ചരിത്രം. ആ ഗ്രന്ഥം രചിച്ച ആളാണ് വന്ന് ചോദിക്കുന്നത് ഈ ഗ്രന്ഥമുണ്ടോ എന്ന്. അറബ് ലോകത്ത് അത്രമാത്രം സ്വാധീനമുണ്ടായിരുന്ന ഒരു പണ്ഡിതനാണ് അബുൽ ഹസൻ അലി നദ്വി എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതുന്നുണ്ട്, വഖദ് ഇഖ്താറ അല്ലാഹുൽ അറബ, അല്ലാഹു അറബികളെ തിരഞ്ഞെടുത്തതാണ്. ഈ പ്രബോധനത്തിന്റെ പ്രഥമ സംബോധിതരായി ഈ അറബ് സമൂഹത്തെ വെച്ച് വേണം ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറേക്കും പ്രവാചകന്റെ ഈ ശബ്ദം, റിസാലത്തിന്റെ ഈ സന്ദേശം, ഈ പ്രബോധനം എത്തിക്കേണ്ടത്. കാരണം അവരുടെ ഹൃദയങ്ങളുടെ പലകകൾ, അദ്ദേഹം എഴുതുകയാണ്, അവരുടെ ഹൃദയങ്ങളുടെ പലകകൾ തെളിഞ്ഞതായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നും ആ ഹൃദയത്തിലില്ലായിരുന്നു. എന്നാൽ അന്നത്തെ പേർഷ്യക്കാരങ്ങനെയല്ല, ഇന്ത്യക്കാരങ്ങനെയല്ല, അതുപോലെ റോമക്കാരും അങ്ങനെയല്ല. അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രീക്ക് വിജ്ഞാന ശാഖകളിൽ അഭിരമിക്കുകയും അതാണ് എല്ലാം എന്ന് വിശ്വസിക്കുകയും അതിന്റെ അവർ ഇട്ടിരിക്കുന്ന സർക്കിളിനപ്പുറം മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാതെയും ആലോചിക്കാതെയും ഞങ്ങളെല്ലാം അറിയുന്നവരാണ് എന്ന മിഥ്യാലോകത്ത് ജീവിച്ചവരുമാണ്. എന്നാൽ അറബികൾ അങ്ങനെയല്ല. അറബികൾക്ക് പല കുഴപ്പങ്ങളും ഉണ്ടെങ്കിലും അവരുടെ ഹൃദയം സംശുദ്ധമായതുകൊണ്ട്, ആ ഹൃദയത്തിൽ പതിയിരിക്കുന്ന പല പ്രശ്നങ്ങളും വായിക്കാൻ എളുപ്പമായതുകൊണ്ട്, മറ്റു ശരീഅത്തുകളൊന്നും അറബികളിൽ ഇല്ലാത്തത് കൊണ്ട്, റോമിലാണെങ്കിൽ വേറെ പല നിയമ സംവിധാനങ്ങളുണ്ട്, ഇന്ത്യയിലുണ്ട്, പേർഷ്യയിലുണ്ട്. പക്ഷെ അറബികളിൽ അങ്ങനെ ഒരു നിയമ സംവിധാനങ്ങൾ വേറെ ഇല്ല. അപ്പൊ ഒരു ശരീഅത്ത് പൊളിച്ചിട്ട് വേറൊരു ശരീഅത്ത് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ശരീഅത്തേ ഇല്ല. അറബികളിൽ പരിഷ്കരണം, നവോത്ഥാനം, അവരിലെ പുരോഗതി എളുപ്പമായിരുന്നു. തെളിഞ്ഞ ഹൃദയമുള്ള ആളുകളായിരുന്നു. അദ്ദേഹം പറയുന്നത് അവർക്ക് അറിവില്ലായ്മയുണ്ട്. ആ അറിവില്ലായ്മ ബസീസാണെന്ന് പറഞ്ഞാൽ അറിവില്ല എന്ന കാര്യം അവർക്കറിയാം. അറിവില്ല എന്ന കാര്യം അറിയുമെങ്കിലല്ലേ ഞാൻ അടുത്ത കാര്യം പഠിക്കുള്ളൂ.
പക്ഷെ അന്നത്തെ പേർഷ്യക്കാരും അന്നത്തെ ഇന്ത്യക്കാരും അന്നത്തെ റോമക്കാരും അങ്ങനെയല്ല. അവർ ജഹ്ല് മുറക്കബിന്റെ ആളുകളാണ്. അവരിൽ രണ്ടു തരം അജ്ഞതയുണ്ട്. ഒന്ന് അറിവില്ലായ്മയാണ്, രണ്ടാമത്തെ കാര്യം അറിയില്ല എന്ന കാര്യവും അവർക്കറിയില്ലായിരുന്നു. അപ്പൊ അവിടെ രണ്ട് അജ്ഞത ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഇസ്ലാമിക ശരീഅത്തിനെ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരു അജ്ഞത നീക്കിയാൽ മതിയായിരുന്നു. കാരണം അവർക്കറിയാം ഞങ്ങൾക്ക് അറിവില്ല എന്ന കാര്യം അറിയാം. വെളിച്ചത്തിന് വേണ്ടി കാതോർത്തു നിന്നവർ, വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിന്നവർ, ഭക്ഷണത്തിന് വേണ്ടി വിശന്നു നിന്നവർ, അവരിലേക്കാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഉജ്ജ്വലമായ പ്രകാശപൂരിതമായ ഇസ്ലാമിക ശരീഅത്തുമായി കടന്നു വരുന്നത്. അല്ലാഹു തെരഞ്ഞെടുത്തതാണ് അറബികളെ. അല്ലാഹു തെരഞ്ഞെടുത്തതാണ് അറബികളെ. തെരഞ്ഞെടുത്തതാണ് ലോകത്തിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ലോകത്തിന് വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്തതാണ് പരിശുദ്ധ ഖുർആനിനെ. ആ ഖുർആനിന്റെ പ്രബോധനത്തിന് വേണ്ടി 1,00,000-ൽ പരം വരുന്ന പ്രവാചക അനുചരന്മാരെ അല്ലാഹു തെരഞ്ഞെടുത്തതാണ്. അറബികളുടെ കയ്യിലല്ലായിരുന്നു ഈ ഖുർആനെങ്കിൽ ഇന്ന് ജുമുഅയ്ക്ക് നമ്മൾ ഈ പള്ളിയിൽ വന്നിരിക്കില്ലായിരുന്നു. അറബികൾക്ക് ബദലായി ഇസ്രായേലികളെ നമ്മൾ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കുക. ഇസ്രായേലികൾ മൂസാ നബി അലൈഹിസ്സലാമയോടൊപ്പം നടന്നവർ അറബികളല്ലല്ലോ, ഇസ്രായേലികളല്ലേ. അവരോട് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മൂസാ നബി അലൈഹിസ്സലാമയുടെ ശരീഅത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി ഇസ്രായേലിനെ മൂസാ നബി വിളിക്കുന്നുണ്ട്. അപ്പൊ മൂസാ നബിയോട് ഇസ്രായേലികൾ പറഞ്ഞത് ഇദ്ഹബ അൻത വറബ്ബുക ഫഖാതിലാ ഇന്നഹാ ഹുനാ ഖായിദൂൻ. അത് മൂസ നിന്റെയും നിന്റെ റബ്ബിന്റെയും പണിയാണ്, ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾ ഇവിടെ ഈ മല്ലും സെൽവയും ചെന്ന് ഇവിടെ സുരക്ഷിതമായി ഇങ്ങനെ ഇവിടെ ജീവിച്ചോളാം എന്ന് മൂസാ നബി അലൈഹിസ്സലാമയോട് ഇസ്രായേലികൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകനോട് അറബികളായ ആളുകൾ പറഞ്ഞില്ല. അവര് പറഞ്ഞത് എന്താണെന്നറിയോ? പ്രവാചകരെ, ഈ ദൗത്യത്തിന് വേണ്ടി ഈ സമുദ്രത്തിലേക്ക് എടുത്തു ചാടാനാണ് ഞങ്ങളോട് അങ്ങ് പറയുന്നതെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് പ്രവാചകരെ. ഈ ദൗത്യത്തിന്റെ വാഹകരായി ലോകത്തിന്റെ കിഴക്കിലേക്കും പടിഞ്ഞാറിലേക്കും ഞങ്ങൾക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ എല്ലാം വേണ്ടെന്ന് വെച്ച് ഞങ്ങൾക്ക് ഈ പ്രബോധനത്തിന്റെ വാഹകരായി യാത്ര ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് ഇസ്ലാം എത്തിയത് എന്ന് നമ്മൾ ആലോചിക്കണം. 1,00,000-ൽ പരം സഹാബികൾ പ്രവാചകർ ഉണ്ടായിട്ട് മദീനയിൽ എത്ര സഹാബാക്കളുടെ ഖബറുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും? ബഹുഭൂരിപക്ഷം വരുന്ന പ്രവാചക അനുചരന്മാരുടെ ഖബറുകളും നിലകൊള്ളുന്നത് അനറബ് രാജ്യങ്ങളിലാണ്. തുർക്കിയിൽ പല അനറബ് രാജ്യങ്ങളിലാണ്. ഇവിടെ ഇന്ത്യയിലേക്കും അവർ വന്നില്ലേ? അവരവിടെ ഇന്ത്യയിലേക്കും വന്നു. ഇന്ത്യയിലേക്ക് വന്ന് എന്താ ചെയ്തത്? മിഷണറി പ്രവർത്തനം കാഴ്ചവെച്ചതാണോ? അല്ല, അവരൊന്നും ചെയ്തില്ല. ഇവിടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, അറബികളും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാരും കച്ചവടക്കാരായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്, അറബികളും കച്ചവടക്കാരായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നത്. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ ജനത ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുവാൻ ഐക്യത്തോടെ കൂടി നിലനിന്നുവെങ്കിൽ അറബികളെ ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിച്ചു. എന്തുകൊണ്ടാണ്? അവരുടെ കച്ചവടം കണ്ടിട്ട്. അറബികളുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ അറബികൾക്ക് ഒരു ഗുണമുണ്ട്, ഇടപാടുകൾക്ക് വേണ്ട ഗുണം, അത് മാന്യതയാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ പകുതി ഇടപാടുകളാണ്. ഇടപാടിൽ ഒരു മനുഷ്യന് വേണ്ടത് മാന്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ ഇവിടെ വന്ന് കച്ചവടം ചെയ്തത് വഴിയാണ് ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. കച്ചവടം ചെയ്തു. അവരിവിടെ കുടുംബവുമൊത്ത് ജീവിക്കുന്നത് ഇവിടെ ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്ക് ഇരകളാക്കപ്പെട്ട മനുഷ്യർ കണ്ടു. ഒരു പാത്രത്തിൽ കറുത്തവനും വെളുത്തവനും ഉടമയും തൊഴിലാളിയും മുതലാളിയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു മുഹൂർത്തം ഈ ഇന്ത്യൻ ജനതയ്ക്ക് കാണാൻ കഴിഞ്ഞു. ജീവിച്ച് കാണിച്ചു കൊടുത്തു. ഇസ്ലാമിനെ പരിചയപ്പെട്ട് പ്രസംഗിച്ചിട്ടല്ല, പ്രബോധനം നടത്തിയിട്ടല്ല, ജീവിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ ആളുകൾ മുസ്ലിമീങ്ങളായി ഇന്ന് അഭിമാനം കൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ അതിന്റെ വാഹകരായി അറബികളെ അല്ലാഹു തിരഞ്ഞെടുത്തതാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഈ ഖുർആൻ ഇന്ന് ഇവിടെ നിലനിൽക്കില്ലായിരുന്നു.
ഇസ്ലാം ഇവിടെ ഉന്മൂലനം ചെയ്യപ്പെടുമായിരുന്നു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ തിരശ്ശീല കുറിക്കപ്പെട്ട പരിശുദ്ധമായ പ്രവാചകത്വം എന്ന് പറയുന്ന അധ്യായം അവസാനിപ്പിച്ചതിന് ഒരു അർത്ഥമുണ്ടാകണമെങ്കിൽ ആ പ്രവാചകന്റെ അനുയായികളായി അറബികൾ തന്നെ വരണം. അവരുടെ പൗരാണികമായ ചരിത്രം പരിശോധിച്ചു നോക്കൂ. അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി എന്ത് സാഹസികതയ്ക്കും അവർ തയ്യാറാണ് അറബികൾ. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള അറബികൾ. അത്ര സുവിക്തമായ പരിശുദ്ധമായ ഒരു ഗ്രന്ഥത്തിന്റെ വാഹകരാണ് നമ്മൾ. ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത്. അല്ലാഹു ഇദാ നിങ്ങൾക്ക് ഒരു കിതാബിനെ അവതരിപ്പിച്ചിരിക്കുന്നു. മിൻഹു ആയാത്തുൻ മുഹ്കമാത്ത്, അതിൽ ചില ഖണ്ഡിതമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അത് ഖുർആനിന്റെ അടിസ്ഥാനമാണ്. വ ഉഖറു മുതശാബിഹാത്ത്, മറ്റു ചില ആയത്തുകൾ സംശയാസ്പദമായ ആയത്തുകളാണ്. നിങ്ങളുടെ ചിന്തയ്ക്കും നിങ്ങളുടെ യുക്തിക്കും പിടുത്തം കിട്ടാത്ത ചില ആയത്തുകളും ഖുർആനിലുണ്ട്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, ഹൃദയത്തിൽ വക്രതയുള്ള ആളുകൾ, സത്യം സ്വീകരിക്കുവാൻ ഹൃദയം പാകപ്പെട്ടിട്ടില്ല ാത്ത ആളുകൾ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ, ഫയത്തബിഊന മാ തശാബഹ, ഇതിൽ സംശയാസ്പദമായ കാര്യങ്ങളുടെ പുറകിൽ പോകും. അവർ ഈ ഖണ്ഡിതമായ ആയത്തുകളെ ഉപേക്ഷിക്കും. ചോദിക്കാണ്, എങ്ങനെയാണ് അറബ് ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥം ലോകത്തെ മറ്റു ഭാഷക്കാർക്ക് മനസ്സിലാക്കുന്നത് എന്ന്? മനസ്സിലായത് കൊണ്ടല്ലേ തൗഹീദിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരു വലിയൊരു മാനവ സമൂഹം ഇവിടെയുള്ളത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന മദ്യ നിരോധന നിയമം അറബിക്കും മനസ്സിലായി, അനറബിക്കും മനസ്സിലായി. അങ്ങനെ മദ്യ നിരോധന നിയമം ഉൾക്കൊള്ളുന്നവരല്ലേ ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിമീങ്ങൾ. നമ്മൾ അറബികളാണോ? അല്ല. നമ്മൾ എങ്ങനെ മനസ്സിലാക്കി? ഈ അറബ് ഭാഷ അവതരിപ്പിക്കപ്പെട്ട ഖുർആനിൽ നിന്നാണ് മദ്യം ഹറാമാണ് എന്ന് മനസ്സിലാക്കിയത്. അത് ഖുർആനിന്റെ ഉമ്മയാണ് എന്നാണ് പറഞ്ഞത്. ഖണ്ഡിതമായ ആയത്തുകൾ. പലിശ വാങ്ങരുത്, കൊടുക്കരുത്, അത് നിങ്ങളുടെ സാമ്പത്തിക നയത്തിനെ കേടുവരുത്തും. ലാ തഅകുലു റിബാ, അത് ആഫൻ മുദാഅഫ, ഖുർആനിന്റെ ഖണ്ഡിതമായ പ്രഖ്യാപനമാണ്. ഇത് അറബിക്ക് മനസ്സിലായി, അനറബിക്ക് മനസ്സിലായി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കി. നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായി വർത്തിക്കണം. ഇത് അറബിയിലായത്ത, പക്ഷെ അറബിക്ക് മാത്രമല്ല അത് മനസ്സിലായത്, അനറബിക്കും മനസ്സിലായി. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിന്റെ ഗണ്യമായ ആയത്തുകളാണ് ഖുർആനിൽ കൂടുതലുമുള്ളത്. എന്നാൽ ചില ആയത്തുകളുണ്ട് നമുക്കതൊരു ടാസ്ക് ആണ്. ചില ആയത്തുകളുണ്ട് നമുക്ക് മനസ്സിലാകാത്ത. സൂറത്തുൽ ബഖറ തുടങ്ങുമ്പോൾ തന്നെ അലിഫ് ലാം മീം, ഇതിന്റെ അർത്ഥം എന്താണ്? ലോകത്തുള്ള എല്ലാ മുഫസ്സിരീങ്ങളും അത് കഴിഞ്ഞ ഉടനെ ബ്രാക്കറ്റ് ഇട്ട് വെച്ചു, അല്ലാഹു അഅലമു ബിമുറാദിഹി. ഇതിന്റെ ഉദ്ദേശം അല്ലാഹു ആണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. ഖുർആൻ ഒരു മനുഷ്യൻ പഠിച്ചു തുടങ്ങുമ്പോ ആദ്യം സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് സൂറത്തുൽ ബഖറയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഓതുന്ന ആയത്ത് അലിഫ് ലാം മീം. എന്താ അർത്ഥം? അറിയില്ല എന്നാ പറയേണ്ടത്. ഇതിന്റെ ഉദ്ദേശം അല്ലാഹുവിന് മാത്രമേ അറിയൂ എന്നാണ് പറയേണ്ടത്. എന്തിന്? ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഹൃദയം വൃത്തിയാക്കണം. എനിക്കെല്ലാം അറിയാം എന്ന ഒരുതരം അഹങ്കാരം ഉപേക്ഷിച്ച് എനിക്ക് അറിയില്ല, ഞാൻ അല്ലാഹുവിന് കീഴ്പ്പെടുന്നു. എന്റെ ചിന്തയെ, എന്റെ യുക്തിയെ, എന്റെ ഹൃദയത്തെ, എന്റെ ജീവിതത്തെ പടച്ചവന് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നു, എന്റെ അറിവില്ലായ്മ സമ്മതിച്ചുകൊണ്ട്. അലിഫ് ലാം മീം. അങ്ങനെ എത്ര ആയത്തുകൾ? അലിഫ് ലാം മീം സ്വാദ്, അലിഫ് ലാം റാ, അലിഫ് ലാം മീം റാ. ഇതിന്റെ എല്ലാം അർത്ഥം കാഫ് ഹാ യാ ഐൻ സ്വാദ്. ഇതിന്റെ എല്ലാം അർത്ഥം അവിടെ എല്ലാം മുഫസ്സിരീങ്ങൾ ബ്രാക്കറ്റ് ഇട്ട് വെക്കും. അല്ലാഹു അഅലമു ബിമുറാദിഹി. ബ്രാക്കറ്റ് ഇടാൻ പാടില്ല എന്നാണ്. ബ്രാക്കറ്റ് ഇല്ലാത്ത ഖുർആൻ വേണമെന്നാണ്. ഖുർആൻ വിശകലനം ചെയ്യപ്പെടുന്നത്, ഖുർആൻ നിരൂപണം ചെയ്യപ്പെടുന്നത്, ഖുർആൻ വിശദീകരിക്കപ്പെടുന്നത് ഖുർആനിന്റെ കുഴപ്പമാണ് എന്ന് മനസ്സിലാക്കുന്ന ചില യുക്തിവാദികൾ, ചില നിരീശ്വരവാദികൾ. ഏതൊരു ഭരണഘടനയാണോ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്, ഒരേ ഭരണഘടന ഉപയോഗിച്ചിട്ടാണ് വാദിഭാഗത്തെ വക്കീലും സംവദിക്കുന്നത്, പ്രതിഭാഗത്തെ വക്കീലും സംവദിക്കുന്നത്. ആരും പറയാറില്ല ഭരണഘടനയുടെ കുഴപ്പമാണ് എന്ന്. പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ രൂപത്തിൽ, വ്യത്യസ്ത രീതിയിൽ വിശകലനം ചെയ്യപ്പെടും, നിരൂപണം ചെയ്യപ്പെടും, വ്യാഖ്യാനിക്കപ്പെടും. ഖുർആനിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് അത് കോട്ടം തട്ടുകയില്ല. 5 നേരം നമസ്കരിക്കണം, ഇതിന് കേട് വരികയില്ല.
ഹജ്ജ് ചെയ്യണം, സകാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, പലിശ വാങ്ങരുത്, കൊടുക്കരുത്, മാതാപിതാക്കളെ ഉപദ്രവിക്കരുത്, ശിർക്ക് വെക്കരുത്, ഇങ്ങനെ തുടങ്ങുന്ന പരിശുദ്ധമായ ഇസ്ലാമിക മൗലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾക്ക് കേടുവരുത്താതെ ഖുർആനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഓരോ ആയത്തിന്റെയും ഉള്ളറകളിൽ അതിൽ നമുക്ക് മുത്തുകളും മാണിക്യങ്ങളും ലഭിക്കും. എല്ലാ വസ്തുവിനും ഒരു അകവും പുറവുമുണ്ട്. ഖുർആനിനുമുണ്ട് അകവും പുറവും. ഖുർആനിനുമുണ്ട് അകവും പുറവും. ഇതൊന്നും മനസ്സിലാക്കാതെ അറിയാതെ ഒറ്റബുദ്ധിക്കാർ, ചില യുക്തിവാദികൾ, മുസ്ലിം നാമധാരികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാതെ, മനസ്സിലാക്കാതെ, വേണ്ട രീതിയിൽ പഠിക്കാതെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളുടെ നിരർത്ഥകതയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനെ രണ്ട് രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, അതിന്റെ മൗലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ. മൗലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ആദ്യം പഠിക്കേണ്ട വിഷയങ്ങളാണ്. ഖുർആൻ എന്നോടും നിങ്ങളോടും എന്താണ് പറയുന്നത്? പിന്നെ അതിന്റെ ആശയങ്ങളിലേക്ക്, അതിന് ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. അതിലേക്ക് ഈ സന്ദർഭത്തിൽ കടക്കുന്നതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖിന്റെ ഈ വഴിയിൽ ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.